നമസ്കാരം. ഫിസിക്സ് കെമിസ്ട്രി പഠിച്ച ആൾക്കാർ കാത്തിരുന്ന ഫിംഗർ പ്രിൻറ്റിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് വന്നിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് HSAയുടെ സിലബസ് എന്തായിരുന്നു അത് തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ്. ഒരു മാറ്റവും ഇല്ല, എക്സാക്ട്ലി സെയിം തന്നെ. അതിലും ഒരു അഡീഷണൽ ആയിട്ട് കാര്യമുണ്ട്, ഞാൻ പറയാം. അതിന് മുമ്പ് നമ്മളിത് പറഞ്ഞിട്ടുള്ളതാണ്. HSAയുടെ അതേ സിലബസ് വെച്ച് നിങ്ങൾ ഫിംഗർ പ്രിൻറ്റ് പഠിച്ചോളൂ, രണ്ടും ഒരുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുള്ള മാറ്റം മാത്രമാണുള്ളത്. അതേപോലെ HSAയുടെ ജനറൽ പേപ്പറിൽ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കഴിഞ്ഞ തവണ നടന്ന ഫിംഗർ പ്രിൻറ്റിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അടക്കമുള്ള ടോപ്പിക്കുകൾ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ബട്ട് ഇത്തവണ അതില്ല. 100ൽ 100 മാർക്കും സബ്ജക്റ്റ് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നൽകിയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഓരോ ടോപ്പിക്കിൽ നിന്നും എത്ര മാർക്ക് വീതം ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് സിലബസിനകത്ത് ഒരു കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ 100 മാർക്കിൻ്റെ സബ്ജക്റ്റ് തന്നെയാണ് ലേറ്റസ്റ്റ് സിലബസിനകത്ത് വന്നിരിക്കുന്നത്. ഞാൻ ഓൾറെഡി ഇതിന് മുമ്പ് തന്നിട്ടുള്ള സിലബസ് തന്നെയാണ്, അതിൽ ഒരു മാറ്റവും ഇല്ല. HSAയുടെ സെയിം സിലബസ്. അതിൽ മൊഡ്യൂൾ 1 എന്ന് പറയുന്ന പാർട്ടിക്കിൾ ഡൈനാമിക്സ്, നമ്മുടെ മെക്കാനിക്സ്, ന്യൂട്ടൻ്റെ ലോയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സിമ്പിൾ ഹാർമോണിക് മോഷൻ കാര്യങ്ങളൊക്കെയാണ്. ഫ്രെയിം ഓഫ് റെഫറൻസ്, അതേപോലെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അതിനകത്ത് വരുന്നുണ്ട്. ഇലാസ്റ്റിസിറ്റിയും യങ്സ് മോഡൽസും കാര്യങ്ങളും, വിസ്കോസിറ്റി വരെയുള്ള, അതായത് 11th ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് മോഷനുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററുകൾ, ഓസിലേഷൻ വേവ്സുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററുകൾ, പിന്നെ ഡിഗ്രി ലെവലിലേക്ക് ഉയരുന്ന ഫ്രെയിം ഓഫ് റെഫറൻസും സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയോടെ എക്സ്ട്രാ ചോദിച്ചിട്ടുണ്ട്. ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കും നമുക്ക് 11th രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ 2 ചാപ്റ്ററുകളിൽ ഈ പറയുന്ന രീതിയിൽ പഠിക്കാനുള്ളതാണ്. നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് സോളിഡും ഫ്ലൂയിഡും, അതിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് മൊഡ്യൂൾ 1 ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആയിട്ട് സിലബസിൽ തന്നിരിക്കുന്നത്. ഇനി ഇലക്ട്രോസ്റ്റാറ്റിക്സ് +2 ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കിലെ ഏരിയ മുഴുവൻ 8 ചാപ്റ്ററുകളിലായിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ദെൻ രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിൽ സെമി കണ്ടക്ടറും ഡയോഡുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പഴയ NCERT ടെക്സ്റ്റ് ബുക്ക് പഠിക്കുകയാണെങ്കിൽ അതിൽ ലോജിക് ഗേറ്റ്സ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും മൊഡ്യൂൾ 2 നിങ്ങൾക്ക് ലഭ്യമാവും. HSAയുടെ സിലബസിൽ നമ്മളിത് കംപ്ലീറ്റ് തീർത്തിട്ടുള്ളതാണ്. അതിൻ്റെ ഇംഗ്ലീഷ് വെർഷനാണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലേറ്റസ്റ്റ് കോഴ്സ് എൻട്രിയിൽ ആരംഭിക്കുന്നുണ്ട് കേട്ടോ. ഫുൾ ന്യൂ സിലബസിനെ ബേസ് ചെയ്തിട്ട് ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഡിസംബറിൽ നടക്കാൻ പോകുന്ന ഈ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ എത്രയും പെട്ടെന്ന് അതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ മൊഡ്യൂൾ 3 വന്നു കഴിഞ്ഞാൽ ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ +2 ലെവലിലുള്ള കണ്ടന്റാണ് പ്രധാനമായിട്ട് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ദെൻ അതിൻ്റെ ലേസറും ഫൈബർ ഒപ്റ്റിക്സും ബേസിക് ഐഡിയ ഓഫ് സ്പെക്ട്രോസ്കോപ്പിയും അവിടെ എക്സ്ട്രാ ടോപ്പിക്കുകളായിട്ട് വന്നിരിക്കുന്നത് കാണാൻ പറ്റും. +2 ലൈറ്റിൻ്റെ ഒപ്റ്റിക്സിൻ്റെ വേ ഒപ്റ്റിക്സും റേ ഒപ്റ്റിക്സുമായിട്ട് നമ്മൾ പഠിക്കുന്ന കണ്ടന്റാണ് ഫിസിക്സിനെ സംബന്ധിച്ച്. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് ഫിസിക്സിലും കെമിസ്ട്രിയിലും നമ്മൾ ഒരുപോലെ പഠിക്കുന്ന, ഫിസിക്സിലാണെങ്കിൽ +1 പഠിക്കുന്ന ടോപ്പിക്കാണ്. ദെൻ ഡിഗ്രിയിലേക്ക് ഉയർന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനും അതുപോലെ മാക്സ്വെൽ ബ്ലോസം സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ അതിൽ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. 4ാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ആറ്റം മോഡലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പല ആറ്റം മോഡലുകളും, വെക്ടർ ആറ്റം മോഡൽ വരെയുള്ള ബോർ ആറ്റം മോഡലും കാര്യങ്ങളെല്ലാം, എലമെൻ്ററി പാർട്ടിക്കിൾസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ദെൻ ന്യൂക്ലിയർ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങൾ അവിടെ വന്നിരിക്കുന്നത് കാണാൻ പറ്റും. ദെൻ ക്രിസ്റ്റൽ സ്ട്രക്ചർ, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിലെ ക്രിസ്റ്റൽ സിമ്മട്രി, മില്ലർ ഇൻട്രീസസ്, ബ്രേവിസ് ലാറ്റിസ്, സൂപ്പർ കണ്ടക്ടിവിറ്റി പോലുള്ള ബ്രാഗ്സ് ലോ പോലുള്ള കാര്യങ്ങളെല്ലാം അവിടെ വന്നിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വേവ് നേച്ചർ, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, വേവ് മെക്കാനിക്സ്, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ പോലുള്ള ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബേസിക്സും അവിടെ വന്നിരിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. +2 +1 ടെക്സ്റ്റ് ബുക്കിലെ കംപ്ലീറ്റ് കാര്യങ്ങളും ഡിഗ്രിയിലേക്ക് ഉയരുന്ന കണ്ടന്റുമാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. ദെൻ നമ്മൾ 5ാമത്തെ മൊഡ്യൂളിലേക്ക് പോകുമ്പോൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒരുപോലെ പഠിക്കുന്ന ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ട ഏഗൻ ഫംഗ്ഷൻ തൊട്ടുള്ള ഏഗൻ വാല്യൂ തൊട്ട് ഹൈഡ്രജൻ ആറ്റം പോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും എടുത്തു പറയുന്നുണ്ട്. ബോൾ ഓപ്പൻഹൈമർ അപ്രോക്സിമേഷനും ക്വാണ്ടം നമ്പറും ക്വാണ്ടം എനർജി ലെവലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും, റൊട്ടേഷണൽ വൈബ്രേഷൻ, രാമൻ സ്പെക്ട്രോസ്കോപ്പി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്പെക്ട്രോസ്കോപ്പിയിൽ NMR സ്പെക്ട്രോസ്കോപ്പി, ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി ഒക്കെ അവിടെ സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി ലെവലിലേക്ക് ഉയരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ദെൻ നേരത്തെ നമ്മൾ പറഞ്ഞ ക്രിസ്റ്റൽ ഡിഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അമോർഫസ് ക്രിസ്റ്റലൈൻ സോളിഡുകൾ, സോഷ്യോമെട്രിക് ഡിഫൻഡ്, ഹെൻറീസ് ലോ, റൗട്ട്സോ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവിടെ വന്നിരിക്കുന്നുണ്ട്. വാൻ ഹോഫ് ഫാക്ടറും ഒക്കെ അവിടെ സിലബസിൽ എടുത്ത് പറഞ്ഞിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ദെൻ കെമിസ്ട്രിയിലേക്ക് വരുന്ന സോല്യൂബിലിറ്റി പ്രോഡക്റ്റും കോമൺ അയൺ എഫക്റ്റ് പോലുള്ള കാര്യങ്ങൾ, നമ്മൾ ഇൻഡിക്കേറ്ററുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങളൊക്കെ എടുത്ത് വന്നിരിക്കുന്നുണ്ട്. അത് സിലബസിൽ, നമ്മുടെ HSA സിലബസിൽ നമുക്ക് എടുത്ത് തീർത്തിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. കെമിസ്ട്രിയിലെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. പ്രിൻസിപ്പിൾ ഓഫ് കോളം ക്രോമാറ്റോഗ്രാഫി, പേപ്പർ ക്രോമാറ്റോഗ്രാഫി പോലുള്ള ക്രോമാറ്റോഗ്രാഫിയുടെ കണ്ടന്റുകളും, അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്ന പല ആവശ്യങ്ങൾക്ക്, സിലിക്കോൺസ്, സിലിക്കേറ്റ്, സിയോലൈറ്റ്, സിമെൻറ്റ്, ഗ്ലാസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദെൻ ടൈപ്പ് ഓഫ് പൊല്യൂഷൻസിനെ കുറിച്ച്, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. 6ാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ വീണ്ടും ആറ്റം മോഡലുമായിട്ട് ബന്ധപ്പെട്ട് +1 കെമിസ്ട്രിയുടെ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സിലബസ് അവിടെ കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഈ കാര്യങ്ങളെല്ലാം കെമിസ്ട്രിയിലുണ്ട്. പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹാഫ് പ്രിൻസിപ്പിൾ എല്ലാം 11th കെമിസ്ട്രിയുടെ ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റാണ് 6ാമത്തെ മൊഡ്യൂളിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുക. ഞാൻ എല്ലാ A to Z എല്ലാം പറഞ്ഞു പോകുമ്പോൾ ബോറാകും. അതുകൊണ്ടാണ് കണ്ടന്റ് പ്രധാനമായിട്ടും പറഞ്ഞു പോകുന്നത്. എക്സാക്ട്ലി HSAയുടെ സെയിം സിലബസ് മൊഡ്യൂൾ വരെ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അയണിക് ബോണ്ട് പ്രോപ്പർട്ടീസ്, അതിൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. വാലൻസ് ബോണ്ട് തിയറി, VSEPR തിയറി, അത്തരത്തിൽ ഹൈബ്രിഡൈസേഷൻസ് പല സാധനങ്ങൾ, മോളാർ ഓർബിറ്റൽ തിയറി, അത്തരത്തിൽ നമ്മൾ 11th 12th കെമിസ്ട്രിയിൽ പഠിക്കുന്ന കണ്ടന്റ് എല്ലാം അവിടെ കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി അതിനുശേഷം നമ്മൾ പോകുന്നത്
പീരിയോഡിക് ലോ, പീരിയോഡിക് പ്രോപ്പർട്ടീസ്, പീരിയോഡിക് ടേബിളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആശയങ്ങളാണ്. അതിൽ 11th ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് ട്രാൻസിഷൻ എലമെൻസിനെ കുറിച്ചിട്ടും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്. ദെൻ മെറ്റൽസിനെ കുറിച്ച്, ഐസോമർസുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങൾ, ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് കാണാനായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സിലബസ് തന്നെയാണ്. HSAയുടെ സെയിം സിലബസ് തന്നെയാണ്. ദെൻ റേഡിയോ ആക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഫിഷൻ ഫ്യൂഷൻ അടക്കമുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടൻറ്റൊക്കെ അവിടെ കയറി വരുന്നുണ്ട്. ഇനി 7th മൊഡ്യൂളിൽ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, തെർമോഡൈനാമിക് ലോസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ ടെമ്പറേച്ചർ, അതിനകത്ത് തന്നെ ടെമ്പറേച്ചർ സെക്കൻഡ് ലോ, ഇൻവേർഷൻ ടെമ്പറേച്ചർ, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, കോൺസെപ്റ്റ് ഓഫ് എൻട്രോപ്പി, നമ്മൾ തെർമോഡൈനാമിക്സിൻ്റെ ഹയർ ആയിട്ട് പഠിക്കുന്ന ഡിഗ്രി ലെവൽ കണ്ടന്റ് കൂടി ഉയർത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ സിലബസ് വന്നിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ദെൻ ലോ ഓഫ് മാസ് ആക്ഷൻ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാര്യങ്ങളെല്ലാം അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. റേറ്റ് ഓഫ് റിയാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് സിലബസ് നമുക്ക് 7th സിലബസ് എന്ന് പറയുന്നത്, 7th മൊഡ്യൂൾ എന്ന് പറയുന്നത് കെമിസ്ട്രി പ്യൂറായിട്ട് കെമിസ്ട്രി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സിലബസ് ആണ് എന്നും കാണാനായിട്ട് സാധിക്കും. ദെൻ ഫോട്ടോസിന്തസിസ്, കെമിസോപ്ഷൻ, അതുപോലെ അഡ്സോപ്ഷൻ, ഐസോമറിസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ദെൻ ഫേസ് ഇക്വിലിബ്രിയ പോലുള്ള കാര്യങ്ങളും സിലബസിൽ എടുത്തു പറയുന്നുണ്ട്. ഫാരഡേയുടെ ലോ, അത്തരത്തിൽ ഓസ്വാൾഡ് ഡൈലൂഷൻ ലോ, ഡിബേ ലോ ഒക്കെ അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഒക്കെ നമുക്ക് അവിടെ സിലബസിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി 8ാമത്തേലേക്ക് വരുമ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയുടെ 11th 12th കണ്ടന്റ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് 8ാമത്തേനകത്ത് വന്നിരിക്കുന്നത്. യൂണിക്നെസ് ഓഫ് കാർബൺ, ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സിലബസിൽ കൈലാരിറ്റി പോലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. കെമിസ്ട്രിയുടെ സിലബസാണ്, ഓർഗാനിക് കെമിസ്ട്രിയുടെ സിലബസാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ അതിൻ്റെ അകത്ത് വരുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള എഫക്റ്റുകളെ കുറിച്ചിട്ടുമൊക്കെ സിലബസിലുണ്ട്. നോമൻകൾച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എല്ലാം നമുക്ക് സിലബസിൽ കാണാനായിട്ട് സാധിക്കും. അരോമാറ്റിസിറ്റി, അങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ട് ബയോമോളിക്യൂൾസ്, ഇതിൻ്റെ ഡെയിലി ലൈഫിൽ ആപ്ലിക്കേഷൻസ്, ഇതെല്ലാം നമുക്കവിടെ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബ്രീഫായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ആ സിലബസിൻ്റെ മുഴുവൻ കാണിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർ അത് നോക്കി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എൻട്രിയിൽ കോഴ്സ് ആരംഭിച്ചിരിക്കുന്നു. HSA വളരെ വിജയകരമായിട്ട് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ഫിംഗർ പ്രിൻറ്റിലും ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് എൻട്രിയുടെ കോഴ്സിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക, ഏറ്റവും മികച്ച രീതിയിൽ പഠിക്കുക, 1ാം റാങ്ക് നേടാൻ സാധിക്കട്ടെ. എല്ലാ ആശംസകളും. വീണ്ടും കാണാം.